ഈ ഗ്രൂപ്പുകളായിട്ട് സഞ്ചരിക്കുന്നതിൽ ഗ്രൂപ്പിലോടൊപ്പം സഞ്ചരിക്കുന്നത് കൊണ്ട് പല നേട്ടങ്ങളുമുണ്ട്. എന്നാൽ ഞാനിപ്പോൾ ഈ ചൈനയിൽ തന്നെ ആദ്യം പോകുന്നത് ഒരു ഇൻഡിവിജ്വൽ വിസ എടുത്ത് ഞങ്ങൾക്ക് പോകാം എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങളന്ന് ആലോചിച്ചു. അപ്പോൾ അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ മനസ്സിലാവുന്നത്, അറിയുന്നത് അവർ ഇൻഡിവിജ്വൽ വിസ പ്രൊമോട്ട് ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല. വളരെ കുറച്ചേ കൊടുക്കുള്ളൂ. ഇപ്പോൾ ഒരു 10 പേര് അപ്ലൈ ചെയ്താൽ ഒരു 4 പേർക്കൊക്കെ കൊടുക്കാറുണ്ട്, അതേ ഉള്ളൂ. എനിക്ക് കിട്ടുമായിരുന്നായിരിക്കും ഒരു സ്ഥിരം സഞ്ചാരി എന്നുള്ള നിലയ്ക്ക്, ഒരുപാട് രാജ്യങ്ങൾ യാത്ര ചെയ്ത് ഇങ്ങനെ സഞ്ചരിച്ചേക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് കിട്ടുമായിരിക്കും. പക്ഷെ അത് റിസ്ക്കാണ് എന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഗ്രൂപ്പായിട്ടാണെങ്കിൽ ഗ്രൂപ്പ് വിസ ഉണ്ട്. മാത്രമല്ല ഈ ഗ്രൂപ്പ് വിസ കൊടുത്താൽ ഇപ്പോൾ എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എമിഗ്രേഷനിലൊക്കെ അവർക്ക് ഈ ചൈനക്കാർക്ക് ഇംഗ്ലീഷൊന്നും വായിക്കാൻ അറിഞ്ഞൂടാ. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അവർക്ക്. അങ്ങനെ ഈ ഗ്രൂപ്പ് വിസ ഉണ്ടെങ്കിൽ നമ്മൾ 1, 2, 3, 4 പേര് വിളിക്കും, ഹാജരെ വിളിച്ച് അവർ ഈ 31 പേരുടെയും അതേപോലെ വരിക്ക് നിൽക്കണം. ഒന്നാമത്തെ ആൾ 1, രണ്ടാമത്തെ ആൾ 2, 3 അങ്ങനെ നിൽക്കണം. വരിക്ക് നിന്നിട്ട് മാത്രമേ അത് കൊടുക്കുള്ളൂ, അത് കയറ്റി വിടുള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവർ നോക്കും, അതിനുള്ള നമ്മുടെ ടേൺ ആവുന്നുണ്ടെങ്കിൽ അവർ വിളിക്കും. അവിടെ കുറച്ച് താമസം ഇമിഗ്രേഷനിൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ അത് എന്നാലും ഷാങ്ഹായിൽ പ്രത്യേകിച്ച് അത്ര ഒരു കുഴപ്പം തോന്നിയില്ല. ബീജിങ്ങിലാണ് തിരിച്ചിങ്ങോട്ട് വരാൻ നേരത്ത് വളരെ ബുദ്ധിമുട്ട് വന്നത്. ഒരുപാട് നേരം മെനക്കെട്ടുണ്ടായിട്ട് വന്നു. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഷാങ്ഹായിൽ ചെന്ന് ഇതേപോലെ ക്യൂ നിന്നു. ഓരോരുത്തരുടെ പേര് വിളിക്കും. അവർ നോക്കുമ്പോൾ നമ്മുടെ ഫോട്ടോ അവിടെ സ്കാൻ ചെയ്ത് എടുക്കുകയാണ്. അതേപോലെ ആ ഫോട്ടോ സ്കാൻ ചെയ്ത് പറ്റുന്നില്ലെങ്കിൽ വിരൽ വെക്കാൻ പറയും, നമ്മൾ വിരലടയാളം അതും കൊടുക്കേണ്ടതായിട്ട് വരും. എന്നിട്ട് ഓരോരുത്തരെയും കയറ്റിവിടും. അങ്ങനെ ആണ് കാര്യം. അവർക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല. അതുകൊണ്ട് ആ നമ്പർ നോക്കി മാത്രമാണ് അവർ നമ്മളെ കയറ്റിവിടുന്നത്. പേര് പറഞ്ഞു കൊടുക്കണം. അത് നമ്മുടെ ഈ ടൂർ അറേഞ്ച് ചെയ്യുന്ന ഇപ്പോൾ ആനന്ദാണ് എല്ലാവരും ഇങ്ങനെ അവിടെ ചെന്ന് നിന്ന് തന്നെ ഈ പേര് ഇന്നാരാണെന്ന് പറഞ്ഞു കൊടുത്ത് വിടുന്നത്. അങ്ങനെ മാർഗമുള്ളൂ. അത് തടസ്സമൊന്നുമില്ല, വേറെ ചോദ്യങ്ങളൊന്നും ചോദിക്കത്തൊന്നുമില്ല, യാതൊരു കാര്യമില്ല. അങ്ങനെ ആണ് അവിടുത്തെ ആ സിസ്റ്റം. അതാണ്. പിന്നെ ഈ ഗ്രൂപ്പായിട്ട് പോകണം കൊണ്ടുള്ള ഒരു ഉപയോഗം ഉണ്ടല്ലോ, അത് ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം. ഞാൻ ഈ പറയുന്ന നസീറിനോടൊപ്പം, അതായത് ഈ ഗ്രീൻ ഹെവൻ ഹോളിഡേയ്സിൽ ആണ് ഞങ്ങൾ ഇതേപോലെ, ഞാൻ ഈ പറഞ്ഞ ഞങ്ങൾ 2 പേരും എൻ്റെ കസിനും വൈഫും ഞങ്ങൾ 4 പേരുണ്ട്. ബാക്കി ഇതൊരു ചെറിയ ഒരു എലൈറ്റ് ഗ്രൂപ്പാണ് ഇതിനകത്ത് പോകുന്നതെല്ലാം. അങ്ങനെ അവർ കുറച്ച് ആളുകളുമായിട്ട് ഞങ്ങൾ ഇതുപോലെ അസർബൈജാൻ സന്ദർശിക്കാൻ പോയിരുന്നു. വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു 4-5 വർഷം മുമ്പാണ്. അവിടെ ചെന്ന് ഞങ്ങൾ ഹോട്ടലിൽ അന്ന് പകലുള്ള ടൂറെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഒന്ന് നടക്കാൻ ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞ് ഞാനും വൈഫും കൂടെ ഞങ്ങൾ നല്ല തെരുവ നടക്കാനായിട്ട് ബെസ്റ്റ് ഫുട്പാത്താണ് ഉള്ളത്. ഞങ്ങളങ്ങ് നടന്ന് ഒത്തിരി ദൂരം. ഞങ്ങൾ ഇപ്പോൾ ഹോട്ടലിൻ്റെ കീ കയ്യിലുണ്ട്, അത് മാത്രമേ ഉള്ളൂ കയ്യിൽ. ഈ ഹോട്ടലിൻ്റെ കാർഡ് എടുക്കാൻ പറ്റിയില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യമാണ്. അല്ലെങ്കിൽ ഹോട്ടലിൻ്റെ ഒരു ഫോട്ടോ എങ്കിലും നമ്മൾ ക്ലിക്ക് ചെയ്തെടുക്കണമായിരുന്നു. അത് ചെയ്തില്ല. ഹോട്ടലിൻ്റെ പേര് കഷ്ടിച്ച് പറയാനറിയാം, അത് മാത്രമേ ഉള്ളൂ. അതും ഉണ്ട്. ഞങ്ങൾ ഇങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നടന്നു. ഞങ്ങളൊരു 4-5 അതായത് ഈ സിഗ്നൽ പോയിൻറ്റ്സ് ഞങ്ങൾ കടന്നുപോയി. ചെന്നിട്ട് അങ്ങനെ പോയപ്പോൾ ഏതാണ്ട് ഒരു 4 മണി കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങളവിടെ ചെന്ന് ഒരു സൂപ്പർ മാർക്കറ്റ്, ഒരു വലിയ സൂപ്പർ മാർക്കറ്റാണ്. സാധനങ്ങളൊക്കെ വളരെ ലാഭമാണ് വാങ്ങാൻ. അവിടെ നല്ല ക്രിസ്റ്റലിൻ്റെ ഗ്ലാസ് നല്ലത് ഇരിക്കുന്ന കണ്ടു. അത് നോക്കി നിന്ന് അതിൻ്റെ വിലയൊക്കെ ചോദിച്ചു. ഇതുമൊക്കെ കണ്ടുകൊണ്ട് നിന്ന് ഇത് വാങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ ഈ ഹോട്ടലിൽ നിന്ന് വെളിയിലോട്ട് ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് കാണുന്നത് നേരെ ഇരുട്ടിപ്പോയി. അപ്പോൾ നേരെ ഇരുട്ടും അവിടെ, അങ്ങനെ ഇരുട്ടിപ്പോയി. ലൈറ്റുകൾ മാത്രമാണ് കാണുന്നത്. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഊഹം കൊണ്ട് വന്ന വഴി ഞങ്ങൾ അതിലേക്ക് നടന്ന് എന്തിനു പറ്റിയെന്നറിയോ, അവിടെ ചെന്നപ്പോൾ വഴി തെറ്റുക. നമുക്ക് എങ്ങോട്ട് തിരിഞ്ഞു പോകണമെന്നറിയാൻ വയ്യ. അവിടെ ചെന്ന് ഒരു 3-4 സിഗ്നൽ പോയിന്റുകൾ കടന്നല്ലോ, അത് 3 ആണോ 4 ആണോ എന്നൊരു ചിന്താക്കുഴപ്പം. അവിടെ നോക്കിയപ്പം അവിടെ പോലീസ് സ്റ്റേഷൻ കണ്ടു. അപ്പോൾ ആ പോലീസ് സ്റ്റേഷനിൽ പറയാം എന്ന് എൻ്റെ വൈഫ് എന്നെ ഉപദേശിച്ചെങ്കിലും ഞാൻ സമ്മതിച്ചില്ല. കാരണം ഇത് പലപ്പോഴും അപകടമാകും. അവിടുത്തെ പോലീസുകാരെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയുള്ളതെന്ന് അറിഞ്ഞുകൂടാ. എൻ്റെ കയ്യിൽ റോളക്സ് വാച്ചും ഇതൊക്കെ കിടക്കുകയാണ്.
അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിച്ചു. ഈ ഹോട്ടലിൻ്റെ ഈ കാർഡ് എടുത്തതിൻ്റെ പേര് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാമെന്ന് വിചാരിച്ച് ഒരുപാട് ആളുകളെടുത്ത് ചോദിച്ചു. അവർ കൈമലർത്തി കാണിക്കുക. അവർക്കൊന്നും നമ്മുടെ ഭാഷ അവർക്ക് അറിയില്ല. അതാണ് പ്രശ്നം. ഇംഗ്ലീഷ് പറയാൻ അറിഞ്ഞൂടാ, അവർക്ക് ഇംഗ്ലീഷേ അറിഞ്ഞൂടാ, ഒന്നും അറിഞ്ഞൂടാ. അവർ റഷ്യനാണ് അവിടെയൊക്കെ ഉപയോഗിക്കുന്ന ഭാഷ, ഇംഗ്ലീഷ് അറിയില്ല. അങ്ങനെ അവർ കൈമലർത്തി കാണിക്കും. അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയാൻ വയ്യ. അത് അങ്ങനെ ഞങ്ങൾ നോക്കി ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ, അയാളെ കണ്ടു. അയാൾ വളരെ ഒരു പ്രായം കൂടിയ ഒരാൾ, പാവമാണ് അയാളെ കണ്ടു കഴിഞ്ഞപ്പോൾ അടുത്ത് ഞങ്ങൾ ഈ ഹോട്ടലിൻ്റെ പേരൊക്കെ പറഞ്ഞപ്പോൾ അയാൾ ഒത്തിരി നേരം നോക്കിയൊക്കെ നിന്നിട്ട് അയാൾ ഇങ്ങനെ കൈകൊണ്ടിട്ട് ഇങ്ങനെ കാണിക്കും. ഞാൻ വിചാരിച്ച് പൈസ ചോദിക്കുകയാണെന്നാണ് വിചാരിച്ചത്. ഞാൻ പറഞ്ഞു പൈസ തരാം, ഞാൻ അയാൾ പേയു എന്ന് ഞാൻ പറഞ്ഞ് കൊടുക്കാമെന്നൊക്കെ. അപ്പോൾ അയാൾ എന്നിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് പിന്നെ ഇങ്ങനെ കാണിക്കും. ഞാൻ ഇയാളെന്തോ കാണിക്കുന്നതെന്ന് മനസ്സിലായില്ല. അവസാനം പിന്നെ മനസ്സിലായത് ഇയാൾ ഈ സിഗ്നലാണ് കാണിക്കുന്നത്. ആ സിഗ്നലിൽ നിന്ന് അങ്ങോട്ട് പോകണം, റൈറ്റിലേക്ക് പോകണമെന്നാണ് ഇയാൾ കാണിക്കുന്നത്, ഈ പ്രായമുള്ള മനുഷ്യൻ. അത് തന്നെ ശരിയാണോ എന്ന് ഞങ്ങൾക്ക് പേടി. ഞങ്ങൾ അങ്ങോട്ട് നടന്നപ്പം ഇത് ഭാഷ അറിയാത്ത 2 പേരാണ്. ബാക്കി മുഴുവനുള്ളത് അവിടെ ഉള്ള ആളുകളൊന്നും നമുക്ക് ആരുമായിട്ട് ഒരു പരിചയമില്ലല്ലോ. ഒരു വിദേശ രാജ്യം, ഒന്നും അറിയാൻ വയ്യാതെ ഈ ഹോട്ടലിൻ്റെ കാർഡ് എടുത്തിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. അതെടുക്കാനും പറ്റിയില്ല. അവസാനം ഞങ്ങൾ ഈ സിഗ്നൽ പോയിന്റിൽ ചെന്നിട്ട് ഞങ്ങൾ ഈ അയാൾ പറഞ്ഞ പോലെ വലത്തേക്ക് നടന്ന് മുമ്പോട്ട് ചെന്നിട്ടൊന്നും ഈ ഹോട്ടലിൻ്റെ ഒരു ഇത് കാണുന്നില്ല. കുറച്ച് മുമ്പോട്ട് ചെന്ന് കഴിഞ്ഞപ്പം സാറേ എന്നുള്ള വിളി കേൾക്കുന്നു. ഈ നസീറിൻ്റെയാണ്. അവൻ ഓടി വരിക ഹോട്ടലിൽ നിന്ന് പേടിച്ച്. കാരണം ഞങ്ങളെ കാണാനില്ല. മുറിയിലൊക്കെ 2-3 തവണ പോയി നോക്കി, കാണാനില്ല. അപ്പം ഞങ്ങൾ സമാധാനമായി. ഇപ്പോഴും അവൻ്റെ ആ വിളിയുണ്ടല്ലോ നമ്മുടെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങും. കാര്യം അത് ആ സമയത്ത് വേറെ ഒരു മാർഗമില്ല. അങ്ങനെ വന്ന് ഏതായാലും ഞങ്ങൾ ഹോട്ടൽ കണ്ടുപിടിച്ചു. അവൻ ഞങ്ങളെ ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരാൾ സഹായിക്കാനില്ലായിരുന്നെങ്കിൽ അന്ന് ബുദ്ധിമുട്ടാണ്. ഒറ്റയ്ക്കാണെങ്കിൽ എന്തു ചെയ്യും? ഒറ്റയ്ക്ക് പറ്റിയിട്ടുണ്ട്, കിലോമീറ്ററുകൾ നടന്നിട്ടുണ്ട് ഒറ്റയ്ക്ക്. ഇതുപോലെ അതുകൊണ്ട് അങ്ങനെ ഒറ്റയ്ക്കുള്ള യാത്ര പോരെങ്കിൽ ഈ പ്രായത്തിൽ ഇനി ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് യാത്ര ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ ഇതുപോലെ ഏതെങ്കിലും നല്ല എലൈറ്റായിട്ടുള്ള ഗ്രൂപ്പ്, അതുപോലെ തന്നെ അതായത് അത്രയും നല്ല ആളുകളുള്ള ഈ ഏതെങ്കിലും ഗ്രൂപ്പുകളിൽ സഹകരിച്ച് പോകണം. അങ്ങനെയാണ് ഇപ്പോഴത്തെ അതുകൊണ്ടാണ് ഈ ഗ്രൂപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ഞങ്ങൾ ഇനി പിറ്റേന്ന് ഞങ്ങൾക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുള്ളതാണ്. അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് എല്ലാവരും ബസ്സിൽ കയറി ഞങ്ങൾ അവിടുന്ന് യാത്ര തുടർന്നു. ഞങ്ങൾ പോകുന്നത് ഒരു വലിയ ടവർ കാണാനാണ്. ജിൻമാവോ ടവർ എന്ന് പറയുന്ന ഒരു ടവറുണ്ട്. ആ ടവറിൻ്റെ 88ാമത്തെ നിലയിലേക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് കാണണം. അടുത്തതിൽ